അമ്പലത്ര കേശവജി സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അശോകൻ നമ്പ്യാർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു. കേരള കേന്ദ്ര സർവകലാശാല ഡീൻ ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് അടങ്ങാത്ത അഭിനിവേശത്തോടെ അവരവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ പഠിച്ചു മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് കേരള കേന്ദ്ര സർവകലാശാല ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്യുലാർ ബയോളജി വിഭാഗം തലവനും ഡീനുമായ ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ട പറഞ്ഞു. അമ്പലത്തറയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന അശോകൻ നമ്പ്യാരുടെ 14ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേശവജി സ്മാരക പൊതുജന വായനശാല സംഘടിപ്പിച്ച അനുസ്മരണ യോഗവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗൂഗിളിൽ തപ്പിയാലുള്ള ഒരു പ്രശ്നം, അത് ഈ ഒരു ടെക്സ്റ്റ് പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു ഫീലിംഗ് അതിൽ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ചാറ്റ് GPT വന്നു. അപ്പോൾ ചാറ്റ് GPT വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരെന്താ എഴുതുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവുകയില്ല. കാരണം ചാറ്റ് GPT കുറേ കാര്യങ്ങൾ എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, പുസ്തകം വായനയാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്കായി ഏർപ്പെടുത്തിയ അശോകൻ നമ്പ്യാർ സ്മാരക എൻഡോവ്മെന്റ് മുഹമ്മദ് അജാസ് അഹമ്മദിന് ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ട സമ്മാനിച്ചു. ഇതുകൂടാതെ വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളും അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. പുല്ലൂർപ്പിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് അംഗം A വേലായുധൻ കൊടവലം, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മജീദ് അടമുണ്ട എന്നിവർ ആശംസകൾ നേർന്നു. കേശവജി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് P നാരായണൻ പരിപാടിയിൽ അധ്യക്ഷനായി. PV ജയരാജ് സ്വാഗതവും T രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.